ആരൽക്കടലിലേക്ക് ഒഴുക്ക് ക്രമേണ കുറഞ്ഞു വന്നു. ഇതോടെ ആരൽക്കടൽ 2 ഉപ്പ് തടാകങ്ങളായി മാറി. അതിൻ്റെ ദക്ഷിണഭാഗം ഉസ്ബെക്കിസ്ഥാനിലും ഉത്തരഭാഗം കസാക്കിസ്ഥാനിലുമായി മെലിഞ്ഞുകൊണ്ടേയിരുന്നു. ഈ തടാകത്തിലേക്ക് പിന്നീട് വൻതോതിൽ രാസകീടനാശിനികൾ കലരാൻ തുടങ്ങി. ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിച്ചു. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ തുടങ്ങി. കാർഷിക വ്യവസ്ഥയിൽ രാസഘടകങ്ങൾ ചേക്കേറിയതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത്ര ചെറുതല്ലായിരുന്നു. കുടിവെള്ളത്തിലും എന്തിന് ജീവവായുവിൽ വരെ ആ വിഷം കലരാൻ തുടങ്ങി. അമ്മമാരുടെ മുലപ്പാലിൽ വരെ ആ വിഷം കടന്നെത്തി. പലരും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കീഴ്പ്പെട്ട് മരണം വരിച്ചു. കൊജാബയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. എൻ്റെ മകളും ഭാര്യയുമെല്ലാം മാരക രോഗങ്ങൾ പിടിപെട്ട് മരണപ്പെട്ടു. Histometer, journey through history.